ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മക്കൾക്ക് സ്കൂളുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ ഒരു 6 മണി 6:30 ഒക്കെ ആകുമ്പോഴാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളുടെ നാട്ടിൽ നേരം വെളുത്തു വരുന്നതിൻ്റെ ഒരു ഭംഗി, ആകാശത്തിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ദൂരെ കാണുന്നത്, അതായത് ഞാൻ പറഞ്ഞു എൻ്റെ വീടിവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരെയാണ്. ആ ഡോം പോലെ കാണുന്നതാണ് കേട്ടോ എൻ്റെ ഇടവപ്പള്ളി. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും. അപ്പം ഞാനങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചോറും ഇന്ന് മുതിരക്കറി ആയിരുന്നു കേട്ടോ. ഇവർക്ക് സ്കൂളിലേക്ക് നോൺ വെജ് ഒന്നും കൊടുത്തയക്കാൻ പാടില്ല. മുട്ടയും ചിക്കനൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു, അവർക്കത് ഇഷ്ടമായിരുന്നു. പക്ഷെ അവർക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പം അവർക്ക് പിന്നെ വെജിറ്റബിൾസ് അധികമൊന്നും അങ്ങനെ കഴിക്കാൻ അവർക്ക് താല്പര്യമൊന്നുമില്ല. അവർക്ക് മുതിര, കടല, പരിപ്പ്, പയറ്, പിന്നെ അച്ചിങ്ങ, കായ, വെണ്ടയ്ക്കൊപ്പേരി, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ. ഇല്ലെങ്കിൽ പിന്നെ ഒരു ലെമൺ റൈസ്, ടൊമാറ്റോ റൈസ്, ഇതൊക്കെയാണ് അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇഷ്ടം. അപ്പം ഇന്ന് രാവിലെ ചോറും മുതിരക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് മേരിമോൾ എഴുന്നേറ്റ് വന്നപ്പോൾ മോൾക്ക് നല്ല തൊണ്ടവേദന, ശബ്ദമേ ഇല്ല. ആകെ തൊണ്ടയൊക്കെ വേദന എടുക്കുന്നു, തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആകെ ബുദ്ധിമുട്ട്. എന്നാൽ പിന്നെ ഇന്ന് സ്കൂളിൽ പോകണ്ട, ഡോക്ടറെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും രാവിലെ ആ ഒരു പണി കഴിഞ്ഞിട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണ ഞാൻ ഇവർക്ക് പഴം പുഴുങ്ങിയതും മുട്ട പുളിസയൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഇവർക്ക് സ്കൂളിലേക്ക് നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ആഴ്ചയിൽ 5 ദിവസം സ്കൂളുണ്ട്. അപ്പം എപ്പോഴാണ് പിന്നെ നോൺ വെജ് കഴിക്കാനുള്ള സമയം അവർക്ക് അങ്ങനെ ഇല്ലല്ലോ. അപ്പം രാവിലെ എന്നും മുട്ട കഴിക്കവര്. അതാവുമ്പോൾ എനിക്കും ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ്, അവർക്കും കഴിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ കഴിച്ചിട്ട് പോകാനായിട്ട്. അപ്പൊ ഇന്നിനിപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് സമയം ഇഷ്ടം പോലെ ഉണ്ട്. 10 മണിക്കാണ് നമുക്ക് ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ പിന്നെ രാവിലെ നൂലപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നെയാണ് മേരി എഴുന്നേറ്റ് വന്നത്. എന്നാൽ പിന്നെ ഇന്ന് നൂലപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നൂലപ്പവും നാളികേരപ്പാലും ആണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. നമ്മൾ സ്വതവേ നൂലപ്പത്തിന് നാളികേരപ്പാലാണ് കേട്ടോ കഴിക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ അവർ പറയാറുണ്ട് ആദ്യം പശുമ്പാൽ വെച്ച് കഴിക്കുന്നത്. നമ്മൾ നാളികേരപ്പാലിലാണ് കഴിക്കുക. നൂലപ്പം ഉണ്ടാക്കുന്ന ദിവസം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ചായയോ കാപ്പിയോ ഒന്നും കഴിക്കില്ല. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഈ ഒരു ഫുഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അപ്പൊ ഇന്ന് ഡോക്ടറെ അടുത്ത് പോകണം. അപ്പോൾ മോന്റെ കഴുത്തിലാണെങ്കിൽ ചെറിയ ഒരു പാലുണ്ണി പോലെ, അത് വളരെ ചെറുതായിരുന്നു. ഇപ്പൊ അവന് വലുതായി വരുന്നതിനനുസരിച്ച് അതും ഇങ്ങനെ ഇത്തിരി ഇത്തിരി ആയിട്ട് വലുതായി വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് കരിയിച്ച് കളയാനായിട്ട് നമ്മൾ പല പ്രാവശ്യം പോയപ്പോഴും നടന്നിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും അതും കാണിക്കാന്ന് വിചാരിച്ചു. ചേച്ചി ഇല്ലാതെ അവനായാലും ഒറ്റയ്ക്ക് സ്കൂളിൽ പോകാൻ മടിയാണ്. അപ്പോൾ അപ്പോൾ അവനെയും കാണിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ പോണ വഴിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എങ്ങനെയാ പോണ്ടേ, നമുക്ക് ബസ്സിന് പോവാം. അപ്പോൾ ബസ്സിന് പോവാന്ന് പറഞ്ഞപ്പോൾ മോന് വലിയ സന്തോഷമായി. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം ബസ്സിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളുടെയൊക്കെ കാലത്ത് ആ സമയത്തൊക്കെ നമ്മളൊന്ന് കാറിൽ പോകാനാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ മക്കൾക്ക് ബസ്സിൽ പോകാനാണ് ആഗ്രഹം. കാരണം ഇവർ സ്കൂളിൽ പോകുന്നതായാലും തൊട്ടടുത്തല്ലേ, നടന്നിട്ടില്ലേ. അപ്പൊ അവർക്ക് അപ്പോഴും ഒരു യാത്രയില്ല. പിന്നെ നമ്മൾ കൂടുതൽ യാത്രകളൊക്കെ ചെയ്യുന്നത് അപ്പോഴപ്പോഴാണ്. അപ്പൊ പിന്നെ നമ്മൾ കാറിൽ പോകും. എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല, എനിക്ക് ലൈസൻസും ഇല്ല കേട്ടോ. 2 വീലറിന് ലൈസൻസ് ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ വണ്ടി അധികം ഓടിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് പേടിയാണ്. ഒരു തുടക്കത്തെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വിജയണ്ണാണെങ്കിലും ഞാൻ 2 വീലർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞ പേടിയായതുകൊണ്ട് എനിക്ക് അതിനുള്ള ഒരു അനുവാദം കിട്ടിയിട്ടില്ല. എന്തായാലും 4 വീലർ എടുക്കണം, കാർ ഓടിക്കണം എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. നടക്കുന്നു വിചാരിക്കാം, നടത്തണം അല്ലേ. അപ്പോൾ ഇന്ന് പതിവ് പോലെ സ്കൂളിൽ പോകാനായിട്ട് രാവിലെ അവൻ എഴുന്നേറ്റപ്പോഴാണ് അപ്രതീക്ഷിതമായി സ്കൂളിൽ പോകണ്ടെന്ന് അറിഞ്ഞത്. അപ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം ഭയങ്കരമാണല്ലോ, അത് പറയണ്ടല്ലോ. നമുക്കായാലും അങ്ങനെ തന്നെയല്ലായിരുന്നേ. സ്കൂളിൽ പോകണ്ടെന്ന് പെട്ടെന്ന് രാവിലെ അറിയുന്നു, അല്ലെങ്കിൽ രാവിലെ സ്കൂളിലേക്ക് പോകാനുള്ളതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്കൂളില്ലാണ്ട് ഉച്ചയ്ക്ക് വന്നിരുന്നിട്ട് ആ സെയിം ചോറും പാത്രത്തിൽ നിന്ന് വീട്ടിലിരുന്ന് കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു കേട്ടോ. നിങ്ങൾക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. മോൻ നൂലപ്പം കഴിച്ച പാത്രം കൊണ്ടുവച്ചതാണ് കേട്ടോ. അതിൽ നാളികേരപ്പാലൊക്കെ അവിടെ താഴ്ത്ത് കളഞ്ഞിട്ടുണ്ട്, ഇനി അതൊക്കെ തുടയ്ക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 മണിക്കാണ് അപ്പോയിൻമെന്റ്. അപ്പോൾ നമുക്കൊരു 9:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. എന്നാലും നമ്മൾ സമയത്തിനൊക്കെ എത്തും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കാറോ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി വരാവുന്ന കാര്യമുള്ളൂ. ബസ്സാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് സമയം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണമല്ലോ ഇറങ്ങാനായിട്ട്. അപ്പൊ എന്തായാലും പോകുന്നതിന് മുന്നേ നമുക്ക് കിച്ചനും വീടൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടിട്ട് വേണം പോകാനായിട്ട്.
എനിക്ക് എപ്പോഴും ഇപ്പൊ എൻ്റെ ചേച്ചിമാരോടായാലും എൻ്റെ അനിയത്തിമാരോടായാലും ആരോടായാലും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ വീട് അത് നമ്മൾ എപ്പോഴും നല്ല ഭംഗിയായിട്ട് കൊണ്ട് നടക്കണം. ആര് നമ്മളുടെ വീട്ടിലോട്ട് എപ്പോൾ കയറി വന്നാലും നമ്മളുടെ വീട് ഒരേപോലെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വൃത്തിയായിട്ടിരിക്കണം. പ്രത്യേകിച്ച് അടുക്കള. മറ്റുള്ള ഭാഗങ്ങളൊക്കെ പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് വലിച്ചിടാനും കുഞ്ഞു കുട്ടികളും ഒന്നുമില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഭംഗിയായിട്ട് ഒരു വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കും. കിച്ചനാണ് നമ്മളെപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം അല്ലെ. അപ്പൊ കിച്ചൺ എപ്പോഴും നല്ല അടുക്കും വൃത്തിയാക്കിയിട്ട് വെക്കണം. അതിന് ഇനിയിപ്പോ നമുക്ക് കൂടുതലായിട്ട് എന്ത് വേണം എന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തി അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കിച്ചണിൽ കണ്ടെത്തി വെക്കണം. അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ തന്നെ എവിടേക്കെങ്കിലും പോകുമ്പോഴായാലും ഒരു കുക്കിംഗ് കഴിയുമ്പോഴായാലും കിച്ചൺ വൃത്തിയാക്കിയിട്ട് ഇടുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അതിൽ നിന്നുണ്ടാവുന്ന ഒരു പോസിറ്റിവിറ്റി നമ്മുടെ വീടിന് മൊത്തം ഉണ്ടാവും. കിച്ചണിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഒരു ചെടിക്ക് ഇലയിൽ നിന്നാണ് ഭക്ഷണം കിട്ടുന്നത് എന്ന പോലെ തന്നെ നമ്മുടെ കിച്ചണാണ് നമ്മുടെ പോസിറ്റിവിറ്റി ആദ്യം കൊണ്ടുവരുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ അമ്മമാരുടെ കയ്യിൽ തന്നെയായിരിക്കുന്നത്. അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്നവരാരാണോ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ കിച്ചൺ എത്രത്തോളം വൃത്തിയാക്കിയിടാൻ എപ്പോഴും പറ്റുന്നു അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. നമുക്കിനി വേസ്റ്റുകളാണ് ഞാൻ പറയാനുള്ളത്. ഞാൻ ഇവിടെ പുറത്ത് ഇതുപോലൊരു ബക്കറ്റിലാണ് വേസ്റ്റ് ഇടാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കവർ ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഈ കവറാണ് ഞാൻ പുറത്ത് ബക്കറ്റിൽ കൊണ്ടുവയ്ക്കുക. ഈ കയ്യിലിരിക്കുന്ന പാത്രം ഞാൻ സിങ്കിന്റെ അടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അതിപ്പോ നമ്മൾ ഇപ്പൊ ഇങ്ങനെ വേസ്റ്റ് കളയുന്നവരല്ലെങ്കിലും അത് വലിയൊരു ഉപകാരമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ പാത്രം കഴുകാൻ വരുമ്പോൾ തന്നെ നമുക്ക് ഫുഡിന്റെ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എപ്പോഴും നമുക്ക് കൊണ്ടു കളയാൻ പറ്റില്ല. അപ്പോൾ അതിൽ കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് വേസ്റ്റ് കൊണ്ട് കളയാം. എന്നിട്ട് ഞാൻ ആ പാത്രം കഴുകി അവിടെ കമഴ്ത്തി വെക്കട്ടോ. നമുക്ക് വേസ്റ്റ് എടുക്കാനായിട്ട് 12 മണിക്ക് മുന്നായിട്ട് ആ ചേച്ചി വരും. അപ്പൊ നമ്മള് എങ്ങാനും വേസ്റ്റ് എടുത്ത് പുറത്ത് വെക്കാൻ മറന്നു പോയാൽ പിന്നെ ഇനി നാളെയാവും നമ്മുടെ വേസ്റ്റ് കളയാനായിട്ട്. അപ്പൊ നമ്മളുടെ അത് കൂടും, പിന്നെ അത് സ്മെല്ലാവും. അപ്പൊ അതുകൊണ്ട് മറക്കാതെ തന്നെ അത് എന്നും രാവിലെ എടുത്ത് വെക്കണം കേട്ടോ. സാധാരണ ഞാൻ മക്കള് സ്കൂളിൽ പോയി കഴിഞ്ഞ് വന്നാല് അവര് സ്കൂളിൽ പോയതിന്റെ പാത്രങ്ങൾ കഴുകാനും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ വേസ്റ്റുകളെല്ലാം ഇട്ടതിന് ശേഷം ഞാനത് കൊണ്ടുവന്ന് വെക്കും. അങ്ങനെയാണ്. ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ദിവസം മെയിൻ ഡോർ തുറക്കുന്നത്. സാധാരണ നമ്മൾ മക്കള് സ്കൂളിൽ പോയാലും ഞാൻ ഡോറ് തുറക്കും. അത് കഴിഞ്ഞ് അവരെ സ്കൂളിൽ കൊണ്ടുവരാൻ പോകാനായിട്ടും ഡോറ് തുറക്കും. അതല്ലാതെ ഈ മെയിൻ ഡോറ് തുറക്കലില്ല കേട്ടോ. എപ്പോഴും ലോക്ക് ചെയ്തിടും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ അങ്ങനെ തന്നെ ഈ പച്ച കളറുള്ള ബക്കറ്റിലാണ് കേട്ടോ നമുക്കിവിടെ വേസ്റ്റ് വെക്കേണ്ടത്. ബ്ലൂ കളറുള്ളത് നമുക്ക് കടലാസൊക്കെ വെക്കാനുള്ളതാണ്. അത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എല്ലാ റൂമിലും നമ്മൾ വേസ്റ്റ് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എല്ലാതും കൂടി ഉള്ളത് ഒരു വലിയ കവറിൽ കളക്ട് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസമേ അവിടെ വെക്കുള്ളൂ. അതല്ലാതെ എന്നും പേപ്പർ വേസ്റ്റ് ഒന്നും നമുക്ക് അത്രയൊന്നും ഇടാനുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ വേസ്റ്റ് വെച്ചു. ഇനിയിപ്പോ എന്താ നമ്മൾ കഴിച്ച ടേബിളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും നമ്മൾ മക്കളെ നമ്മൾ പഠിപ്പിക്കണം കേട്ടോ. നമ്മളുടെ വീട് വൃത്തിയായിട്ട് കൊണ്ട് നടക്കാനായിട്ട്. ടേബിളും ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ നിലത്ത് എന്തെങ്കിലും ടേബിളിൽ വീണ് പോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്ലേറ്റിലേക്ക് പറക്കിയിടാനും അത്യാവശ്യം പാത്രങ്ങൾ കഴുകി വെക്കാനും വീട് വൃത്തിയായി കൊണ്ട് നടക്കാനും നമ്മളുടെ വീടാണ്, അത് എല്ലാവരും ഉത്തരവാദിത്വമാണ് എന്നുള്ളത് എപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെയും കൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. സാധാരണ മേരിമോളായാലും ജോസഫ് ആയാലും ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടാറുണ്ട് കേട്ടോ. ഇന്നിനിപ്പോ നേരം വൈകണ്ട, നിങ്ങൾ വേഗം പോയി കുളിച്ച് ഡ്രസ്സ് മാറിക്കോ എന്ന് പറഞ്ഞ് ഞാൻ അവരെ വിട്ടേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇത് നീറ്റാക്കി ക്ലീൻ ആക്കി വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വീട് നമ്മൾ എപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ വൃത്തിയായി ഒതുക്കിയിട്ട് പോവുക. നമ്മളുടെ വീട് എപ്പോഴും ഭംഗിയായിട്ട് കിടക്കണം കേട്ടോ. അത് നമ്മുടെ ഒരു അജണ്ട ആയിരിക്കണം. എന്നാലാണ് നമ്മുടെ മക്കളായാലും വേറെ എവിടെയൊക്കെ പോയാലും തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് എത്താനൊരു ആഗ്രഹം. അതാണ് നമ്മുടെ സക്സസ്. അങ്ങനെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി നമ്മൾ ഡോക്ടറെ കാണാൻ പോകാനായിട്ട് ഇറങ്ങാണ് കേട്ടോ. ഞാൻ സാരി എടുത്ത് പോകണമെന്നാണ് വിചാരിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം എന്ന് പറയുന്നത് സാരിയാണ്. നമുക്ക് അങ്ങനെ പുറത്ത് പോകാനുള്ള ഒരു അവസരങ്ങളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ സാരി തന്നെ എടുത്ത് പുറത്ത് പോകാനാണ് നാട്ടിൽ എനിക്കിഷ്ടം. പക്ഷെ ഇന്നിപ്പോ ഞാൻ നോക്കിയപ്പോ മഴയുടെ ഒരു അന്തരീക്ഷം ഉണ്ട്. അപ്പോ മഴയുണ്ട്. ദേ മോൻ നോക്കാണ് കേട്ടോ. അമ്മേ വാതിൽ ലോക്ക് തന്നെയല്ലേ, നമ്മളുടെ ആ ഒരു ശീലമാണ് അവർക്കും. അപ്പൊ അവൻ അത് നോക്കി ഉറപ്പാണ്. അപ്പൊ ഇന്ന് നോക്കുമ്പോൾ മഴയുള്ളത് കൊണ്ടും പിന്നെ ഇവരെയും കൊണ്ട് ഞാൻ ബസ്സിലാണ് പോകുന്നത്. അപ്പൊ ഇനി കയറാനും ഇറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരണ്ട എന്ന് വിചാരിച്ചു. ഓക്കെ, ഇന്ന് ചുരിദാറിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ചുരിദാറിട്ട് ഇറങ്ങിട്ടോ. അപ്പൊ നമ്മളുടെ
അപ്പാർട്ട്മെന്റിന്റെ പുറം ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോഴായാലും വരുമ്പോഴായാലും സെക്യൂരിറ്റിയോട് പറയൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആമസോണിന്റെ ഡെലിവറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളവിടെ ഇല്ലാന്ന് അറിഞ്ഞാൽ ആളത് മേടിച്ച് അവിടെ വെച്ചോളും, നമ്മൾ വരുമ്പോൾ നമുക്ക് തരും. അപ്പോൾ എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇത്തിരി ദൂരം നടക്കാനുണ്ട്, അധികമൊന്നുമില്ല, കുറച്ച് നടക്കാനുണ്ട്. അപ്പൊ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എനിക്ക് കുടയില്ല, ആകെ ഒരു കുടയുള്ളൂ അവിടെ. അത് ചിലപ്പോൾ മേരിമോള് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ നാട്ടില് മഴയാണെങ്കിൽ മഴ, കാര്യമായ മഴയൊന്നും ഇല്ല കേട്ടോ. വെയിലാണെങ്കിൽ ഉദിക്കുന്ന വെയിലിന് നല്ല ഉച്ചയാണ്, നമുക്ക് കുടയില്ലാതെ പുറത്ത് പോകാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഒരു കുട മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിൽ നമുക്ക് എല്ലാ തരം കടകളായാലും മെഡിക്കൽ ഷോപ്പ് ആയാലും സൂപ്പർ മാർക്കറ്റ് ആയാലും ATM ആയാലും ഒരു ക്ലിനിക്ക് ആണെങ്കിലും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടൈലറിങ് ഷോപ്പ് ആണെങ്കിലും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം മേടിക്കാനായിട്ട് നമുക്ക് ദൂരേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനങ്ങനെ കുട മേടിക്കാൻ കയറി, പുള്ളിക്കുട മേടിക്കണം എന്ന് വിചാരിച്ചത്, പക്ഷെ ഉണ്ടായില്ല, പ്ലെയിൻ കുട മേടിച്ചത്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തി ബസ് കാത്തു നിൽക്കാണ് കേട്ടോ. മോനിങ്ങനെ ബസ്സിൽ കയറാനുള്ള ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ ഇങ്ങനെ എന്താ ബസ് വരാത്തേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണെന്നു, നമ്മളുടെ കാലത്തൊക്കെ നമ്മളൊരു കാറിൽ പോകാൻ ആഗ്രഹിച്ചതും കൊതിച്ചതും, ബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യമായിരുന്നു. കാരണം നമ്മുടെ ബസ്സിൽ പോയിട്ടുള്ള യാത്രകൾ ഓർമ്മകളൊക്കെ അതിഭീകരാണ്. അങ്ങനെ ബസ് ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അപ്പൊ ഈ പോകുന്ന വഴിയിലാണ് ഞാൻ പഠിച്ച സ്കൂൾ കേട്ടോ. അപ്പൊ ഞാൻ മക്കൾക്ക് കാണിച്ചു കൊടുക്കാണ്, അമ്മ പഠിച്ച സ്കൂൾ ഇതാണ്. ഇവർക്ക് പല പ്രാവശ്യം ഞാൻ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ പഠിച്ച സ്കൂൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അത് എന്നും ഒരു അഭിമാനമല്ലേ. നമ്മളപ്പോ എപ്പോഴും ഇനി പോകുമ്പോഴും ഞാനത് പറയും അവരുടെ അടുത്ത്, ഞാൻ പഠിച്ച സ്കൂളാണ്, അമ്മ പഠിച്ച സ്കൂളാണ്, വല്യമ്മ പഠിച്ച സ്കൂളാണെന്നൊക്കെ. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ആത്രേയ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഈ ഹോസ്പിറ്റൽ ഇവിടെ വന്നിട്ട് 2-3 വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളുടെ ഈസ്റ്റ് ഫോർട്ട്, തൃശ്ശൂർ കിഴക്കേ കോട്ടയിൽ നിന്ന് ബിഷപ്പ് ഹൗസിന്റെ അടുത്തേക്ക് നീങ്ങുമ്പോഴാണ് കേട്ടോ ഈ ഹോസ്പിറ്റൽ ഉള്ളത്. എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ ഒരിക്കൽ തൈറോയിഡിന് ഡോക്ടറെ കാണാനായിട്ട് ഒരു 6 മാസം മുന്നേ ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി തൃശ്ശൂര്. അപ്പൊ അവിടെയാണ് ഞാൻ ഇങ്ങനെ ഡോക്ടറെ അടുത്ത് എൻ്റെ ആർത്രൈറ്റിസിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആർത്രൈറ്റിസിന് ബെറ്റർ ആയിട്ടുള്ള 2 ഡോക്ടേഴ്സ് ഉണ്ട്, ഒന്ന് അമലയിലും ഒന്ന് ആത്രയിലും. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ. അപ്പൊ ഇതാണ് മോന്റെ ആ പാലുണ്ണി പോലത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരത് തരിപ്പിക്കാനായിട്ട് ഒരു മരുന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മരുന്ന് വെച്ച് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ½ an hour വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളത് പറയാ കോട്ടറൈസേഷൻ എന്നാണ് പറയാ, ഒരു ഇലക്ട്രിക്കിന്റെ ഇത് വെച്ചിട്ടാണ് അവരത് കരിയിച്ച് അത് പറിച്ച് കളഞ്ഞ് അതിന്റെ ആ വേരുഭാഗമൊക്കെ അവർ കരിയിക്കും കേട്ടോ. നല്ല ബുദ്ധിമുട്ടായിരുന്നു അവന്. ഞാൻ എന്നാലും പിടിച്ച് ഒരു വിധത്തിലൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങള് ഡോക്ടറെ കണ്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി, മേരിമോൾക്കും മരുന്നുകളൊക്കെ കിട്ടി. ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മള് ബസ് കിട്ടി കേട്ടോ. അപ്പൊ വേഗം ചാടി കയറി. എന്തായാലും മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോഴും എനിക്ക് ബസ്സിന് തന്നെ വരണം. അവന് ബസ്സിലിരുന്ന് ആഗ്രഹം മാറിയിട്ടില്ല. അപ്പോൾ ബസ്സിൽ കയറി നമുക്ക് ആ ഒരു ഫ്രണ്ടിലെ സീറ്റിൽ തന്നെ നമുക്ക് 3 പേർക്കും സീറ്റും കിട്ടിട്ടോ. സീറ്റ് കിട്ടിയാൽ ബസ്സിൽ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം തിരക്കില്ലാത്ത സമയത്ത് സീറ്റൊക്കെ കിട്ടി പാട്ടൊക്കെ കേട്ട് ബസ്സിൽ വരാന്ന് പറഞ്ഞാൽ അതൊരു നൊസ്റ്റാൾജിയാണ്, ഭംഗിയുള്ളൊരു നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അതല്ലാതെ സ്കൂളിൽ പോകുന്ന സമയത്തുള്ള രാവിലത്തെ തിരക്ക് നമുക്ക് പറയാലോ, ഊഹിക്കാലോ. ആ സമയത്തുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ബസ്സിൽ പോകുന്ന യാത്ര ദുരിതമായിട്ട് തോന്നിയിട്ടുള്ളത്. അതല്ലാത്തപ്പോൾ പാട്ടൊക്കെ കേട്ട് ബസ്സിൽ പോകാൻ ഇഷ്ടമാണ്. അങ്ങനെ നമ്മളിവിടെ ബസ് വന്നിറങ്ങിയപ്പോൾ നമുക്ക് ഇത്തിരി പച്ചക്കറിയൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ ഞാനും മോനും കൂടെ പച്ചക്കറി മേടിക്കാൻ കയറിയൊക്കെയാണ്. അപ്പോൾ മോനിങ്ങനെ ഓരോ പച്ചക്കറി ഇങ്ങനെ നോക്കി നടക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടുന്ന് പച്ചക്കറി മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ മേരിമോളുടെ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രിന്റ് എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും അത് ഓക്കെ ആയി. അപ്പോൾ നമ്മളവിടുന്ന് അത് പ്രിന്റ് മേടിച്ചു. പിന്നെ മേരിമോൾക്ക് 2 ഉടുപ്പ് തയ്ക്കാനായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് ടൈലറിങ് ഷോപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ കയറി ഉടുപ്പ് തയ്ക്കാനായിട്ട് കൊടുക്കാൻ കേട്ടോ. അത് മുകളിലേക്ക് കയറി പോയിട്ട് വേണം, കുത്തനെ ഒരു കോണിയാണ് കേട്ടോ. ഞാൻ മോൻ്റെ അടുത്ത് പറയുന്നത് നീ വീഴാതെ വരണേ, അങ്ങനെ സൂക്ഷിച്ച് പിടിച്ച് പേടിച്ചിട്ടാണ് കേട്ടോ അതിന്റെ മുകളിൽ കയറിയത്. അപ്പൊ ഉടുപ്പ് തയ്ക്കാനായിട്ട് എന്തായാലും അവർക്ക് ഭയങ്കര തിരക്കാണ്, ഇപ്പൊ തയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ടപ്പുറത്ത് നമ്മൾ കുട മേടിച്ച കടയിൽ നിന്ന് തന്നെ ഞങ്ങളൊരു മോപ്പും കൂടെ മേടിച്ച് ഇങ്ങനെ നടന്നു വരാണ്. അപ്പൊ അവിടെ ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്. ഞാൻ നമ്മളുടെ
വീട്ടിൽ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ മോൻ പറയായിരുന്നു, ഓ ഈ സ്കൂളുകാർക്കൊക്കെ എന്തൊരു സുഖമായിട്ടമ്മേ കാറ്റ് കിട്ടുക, കാരണം അവിടെ ജനലുകളില്ല, വാതിലില്ല. അപ്പൊ അവര് പറയണ എന്ത് സുഖമായിട്ട് അവർക്ക് കാറ്റ് കിട്ടുക. ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ 4 ഫാൻ ഉണ്ട് എന്റെ ക്ലാസ്സിൽ, പക്ഷെ ഒരു കാര്യമില്ല, ഭയങ്കര ചൂടാണെന്ന് പറയാണ് കേട്ടോ. ഇതാണ് നമ്മൾ മേടിച്ച മോപ്പ്. നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മോപ്പ്. ഞാൻ അറിഞ്ഞ ദുബായിൽ നിന്ന് നമ്മുടെ സ്പ്രേ മോപ്പ് പുതിയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് സ്ഥലം കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് സ്പ്രേ മോപ്പ് വെച്ച് തുടച്ചെടുക്കാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. രാത്രി എല്ലാ ദിവസവും അടുക്കളയിൽ ജോലിയൊക്കെ കഴിയുമ്പോൾ ഞാൻ കിച്ചൺ അത് വെച്ച് വേഗം ക്ലീൻ ചെയ്തിടും. അതല്ലാതെ മൊത്തത്തിൽ തുടയ്ക്കാനായിട്ട് എനിക്ക് നല്ലോണം വെള്ളം മുക്കി പിഴിഞ്ഞ് തുടയ്ക്കണം എന്നൊരാഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് ഈ മോപ്പ് വാങ്ങിച്ചത്. അപ്പൊ നമ്മള് വന്ന് ലിഫ്റ്റിൽ കയറിയപ്പോഴേക്കും നമ്മൾ കടയിലെത്തിയപ്പോൾ തന്നെ വിളിച്ചു, പപ്പയും മമ്മിയും ഇവിടെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ മേരിമോള് വേഗം താക്കോലും കൊണ്ട് ഫ്ലാറ്റിലോട്ട് പോന്നു. ഞാനും മോനും ഇത് പിന്നെ മേടിക്കാനുള്ളത് കൊണ്ട് കടയിൽ നിന്ന് ഇതൊക്കെ മേടിച്ച് പതുക്കെ പോന്നു കേട്ടോ. അപ്പൊ മേരിമോള് വന്നതുകൊണ്ട് അവള് ഫ്ലാറ്റ് ഓപ്പൺ ആക്കി, അവര് എല്ലാവരും അകത്ത് കയറി ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ലിഫ്റ്റ് നമുക്കിവിടെ എന്താ പറയാ ഫർണിച്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകാനും ഫയർ ലിഫ്റ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ബോർഡൊക്കെ ചുറ്റും അടിച്ചിട്ടത്. എന്റെ മോൻ അത് കാര്യമായിട്ട് യൂണിയൻകാർ പിടിച്ചിരിക്കുന്ന പോലെയാണ് കേട്ടോ പെട്ടി പിടിച്ചിരിക്കുന്നത്. നമ്മൾ പോകുമ്പോൾ മഴയായിരുന്നു, നമ്മൾ കുട മേടിച്ച് ബാഗിൽ വെച്ചതും പിന്നെ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. പിന്നെ ഒരു വെയിലാണ്, പിന്നെ ഒരു മഴ ഉണ്ടായില്ല. നമ്മുടെ മഴ പലപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കില്ല മഴ വരുന്നത്. അങ്ങനെ നമ്മൾ എത്തിയപ്പോഴേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പറഞ്ഞല്ലോ രാവിലെ ചോറും മുതിരിയായിരുന്നു ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ വേഗം വേറെ ഫുഡൊന്നും വെക്കേണ്ടി വന്നില്ല. എന്നാലും പപ്പയും മമ്മിയും പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് ചോറ് വെച്ചു. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം വറുത്തു, അച്ചാറുണ്ട്. അങ്ങനെ ഒന്നും ഇല്ലാതെ തോന്നുന്ന ദിവസങ്ങളാണ് നമുക്ക് കറികൾ കൂടുതലുണ്ടാവുക. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ വിചാരിച്ചു എന്നാൽ ചായക്ക് പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇതേ മാനമൊക്കെ ഇരുണ്ട് വരുന്നുണ്ട്. ഇതേ അടുത്ത മഴയ്ക്കുള്ള ലക്ഷണങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ മഴയായതുകൊണ്ട് പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ പെയ്യും ചിലപ്പോൾ പെയ്യില്ല. എന്തായാലും ഈ ഒരു പ്രതീക്ഷ തെറ്റിച്ചില്ല, മഴ പെയ്തു, നല്ല തിമിർത്ത് മഴ പെയ്തു കുറച്ചു നേരം. അപ്പൊ അങ്ങനെ മഴയൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ദിവസം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീസൺ ബൈ ബൈ.